വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ മഷ്റൂം മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ബട്ടർ മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കൂണെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് കറിവേപ്പിലങ്ങനെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരണം. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതാണ്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണിത്. നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കണം. ഇത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തക്കാളി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. അപ്പോൾ കൂണിൽ നിന്ന് നമുക്കതിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ആയിരുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ അതേ നല്ലവണ്ണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കൂണിൽ നിന്ന്. ഇനി നമുക്ക് ഇതിൽ ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് നോക്കണം. അതുപോലെ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇതിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്
ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ആവശ്യമെങ്കിൽ മാത്രം മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഒന്ന് ചുട്ടെടുക്കണം. നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ മഷ്റൂം മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്